ഡിസ്ചാർജ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ കൊണ്ടു. വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഭയങ്കര വേദനയോ. കണ്ണിന്ന് പൊന്നീച്ച് പറക്കും. കഴിവാട മോളെ, നീ എന്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കൊല്ലടി. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാവടി. കുത്തി ചാമ്പലാക്കടാ. തോട്ടപ്പള്ള ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചില്ലേ ആ പട്ടി? അവൻ ആരായാലും വരാൻ പറ പകരം ചോദിക്കാൻ. ഇതെന്താ ഈ ചെയ്യുന്നത്? മുളക് പൊടി മണലും കൂട്ടി തിരുമണ വട്ടായ ആളെയാ. ഇതൊരു പലഹാരമാടാ. അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്തവന്മാർക്ക് വേണ്ടിയുള്ള പലഹാരം. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഏതെങ്കിലും പെമ്പിള്ളേർ ആരെങ്കിലും ഉപദ്രവിച്ചാ പോയി പകരം ചോദിക്കുക. ഇയാളാര്? രജനീകാന്ത? അങ്ങനെ ഏതെങ്കിലും പെമ്പിള്ളേരല്ല എനിക്ക്. അല്ലേ? അല്ല. എന്നാ പോയി താങ്കളെയാ. പകരം ചോദിക്കാൻ വരുമടാ. നീ എവിടെയാണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും വരും. ഇനി എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ വരുന്നത് നിന്റെ കഴുത്തറക്കാനായിരിക്കും. നീ ആരാണോ ചോദിച്ചത്? മായാവി. ഞാനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പും കാട്ടി കയറുന്നത് പോലെയാ. ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങൂ കേട്ടാ തോട്ടപ്പള്ളി സുരേന്ദ്ര. നീ ഇതെവിടെ പോയടാ? അയ്യോ ഇപ്പൊ അറിഞ്ഞില്ലേ? എന്താന്നാടാ? നമ്മുടെ തോട്ടപ്പള്ളിയിലെ സുരേന്ദ്രൻ മുട്ട പണി കിട്ടി. സുരേന്ദ്രൻ അയാളുടെ ആഫീസിൽ ഇടിച്ച് പഞ്ചറാക്കി. എന്നിട്ട് പോക്കി നിലത്തോട്ടിട്ട്. സുഗുണന് കിട്ടിയതിനും കേമോട്ട് കിട്ടിയെന്ന് കേക്കണേ. 2 വാരിയിലും ഫ്രാക്ചേഴ്സ് ഉണ്ട്. തലയിൽ 6 തുന്നിക്കട്ട. ആരെടാ? ആരാ ഇതൊക്കെ ചെയ്തേ? അതല്ലേ രസം. തല്ല് കൊണ്ടുപോർക്കൂലറിയില്ല തല്ലിയതാരാന്ന്. ഒരു വട്ടപ്പേര് മാത്രമേ അറിയൂ. മായാവി. മായാവി. എന്റെ വക്കീൽ സാറേ, ഞാൻ സ്ഥലം വിടുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്തോ ഉണ്ടായെന്നാ? മുതലാളിമാർക്ക് ടീ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണ്? ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ കൂടെ ധൈര്യം ഉണ്ടായിരിക്കും. ഒരുത്ത നേർക്ക് നേരെ വന്നാൽ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകിന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? 1 പോണേലും 2 പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ മെമ്പർ നോത്തിമാരുണ്ട്, വേലക്കാരുണ്ട്. എന്നെ ആര് നോക്കും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ 1, 2 ഒക്കെ സാർ എടുക്കൂ.
നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ ആ കഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും. എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.